കാൽസിനേഷൻ റോസ്റ്റിംഗ് എന്താ പഠിച്ചിട്ടുണ്ടോ? പഠിച്ചിട്ടില്ല? എന്നാ പഠിച്ചോ, എന്തായാലും മാർക്ക് കിട്ടും. എടാ എന്താ കാൽസിനേഷൻ റോസ്റ്റിംഗ് എന്ന് വെച്ചാൽ ഓറിൻ ഓക്സൈഡ് ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ഹീറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ്, ചൂടാക്കുന്ന പ്രോസസ്സാണ്. കാൽസിനേഷനും റോസ്റ്റിംഗും തമ്മിലുള്ള ഡിഫറൻസ് മാത്രമാണ് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത് മക്കളെ. കാൽസിനേഷൻ എന്ന് വെച്ചാൽ വായുവിന്റെ അസാന്നിധ്യത്തിൽ, ഹീറ്റിംഗ് ഇൻ ദ ആബ്സെൻസ് ഓഫ് എയർ, വായുവിന്റെ അസാന്നിധ്യത്തിൽ ചൂടാക്കുന്നതിനെയാണ് കാൽസിനേഷൻ എന്ന് വിളിക്കുമ്പോൾ, വായുവിന്റെ സാന്നിധ്യത്തിൽ ചൂടാക്കുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? റോസ്റ്റിംഗ് എന്ന് വിളിക്കുന്നത്. ഹീറ്റിംഗ് ഇൻ ദ പ്രസൻസ് ഓഫ് എയർ. മക്കളെ അതിന്റെ എക്സാമ്പിൾ കൂടി നമ്മൾ പഠിച്ചു വെക്കണം. ഹൈഡ്രോക്സൈഡോ അല്ലെങ്കിൽ കാർബണേറ്റോ ആയിട്ടുള്ള ഓറുകളൊക്കെ നമ്മൾ കാൽസിനേഷൻ ആണ് വിധേയമാക്കുക. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ തരികയാണ്. ZnCO3 എന്നുള്ളതിനെ ചൂടാക്കിക്കൊണ്ട് സിങ്ക് ഓക്സൈഡ് ആക്കി മാറ്റുന്നു. ഏതാണ്? കാൽസിനേഷൻ. കാരണം എന്താ? CO3 കണ്ട കാർബണേറ്റ് ആണെങ്കിൽ കാൽസിനേഷൻ. ഇനിയോ AlOH ത്രൈസ് OH എന്ന് കണ്ടാൽ നിങ്ങൾ മനസ്സിലാക്കണം അതെന്താണ്? ഹൈഡ്രോക്സൈഡ് ആണ്. അങ്ങനെയാണെങ്കിൽ അതിനെ Al2O3 അഥവാ അലുമിനിയത്തിന്റെ ഓക്സൈഡ് ആക്കി മാറ്റുന്നു. അപ്പൊ അതും കാൽസിനേഷൻ ആണ് എന്ന് നിങ്ങൾ എഴുതി വെക്കണം. എന്നാൽ സൾഫർ ഉള്ള എന്തും ആയിക്കോട്ടെ, ZnS സൾഫർ ഉണ്ടല്ലോ, സൾഫൈഡ് ആണ്, അതിനെ ചൂടാക്കിയിട്ട് ZnO അതിന്റെ ഓക്സൈഡ് ആക്കുന്നുണ്ട്, അതെന്താണ്? റോസ്റ്റിംഗ് ആണ്. ഓക്കെ, അപ്പോൾ ഈ രൂപത്തിലുള്ള ഏത് ചോദ്യവും നിങ്ങൾക്ക് ഇക്വേഷൻ തന്നിട്ടോ അല്ലെങ്കിൽ തരാതെയോ അല്ലെങ്കിൽ ഡയറക്റ്റ് ഒക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ചോദ്യമാണ് കാൽസിനേഷൻ റോസ്റ്റിംഗ്. ഇതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യവും അതിന്റെ രീതിയും ഒക്കെ മാരത്തോണിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. അങ്ങോട്ട് പോരും. ഓക്കെ.